ഇപ്പൊ കാണാലോ. ഏതെങ്കിലും ഇട്ടോ, രണ്ടുപേർ പൊലിയടി. ഏതാ? രണ്ടുപേർ പൊലിയാ. നിന്റെ തലയാ വലുത്. എന്റെ തലയാണോ? ആ ശരിയാട്ടോ, തലയല്ല തൊപ്പി. അല്ല അതല്ല, തല വലുത് നിന്റെ, അതുകൊണ്ട് ശരിയാട്ടോ. എനിക്കും അപ്പയുടെ തലയാണ്. എന്റെ തല ഇച്ചിരി വലുതാണ്. എന്റെ തൊപ്പിയും പറ്റി ഇറക്കി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഓ എന്റെ തല ചെറുതാന്നേ. ശരിയാ, അമ്മയുടെ കുഞ്ഞു തലയാ. കുഞ്ഞൊന്നുമല്ല, ബിഗ്. അത് അപ്പയുടെയാ, അപ്പയുടെ തലയായതുകൊണ്ട്. റോക്കറ്റൊക്കെ നേരെ ഇട്ടേ. അപ്പൊ നമുക്ക് തുടങ്ങാം. നിന്റെ കഴുത്തേൽ മാല ഇവിടെ? മാല ഇട്ടിട്ടില്ല, വേർതിരിക്കണോണ്ട. എനിക്കും വേർത്തിരുന്ന മൊത്തം ഇതാ. ബ്ലൗസ് ഒക്കെ ഇടുമ്പോ വേർതിരിക്കുമ്പോ മാല ഇടുന്ന ഒട്ടും ഇഷ്ടമല്ല. കമ്മല് പിന്നെ ഞാൻ നിവൃത്തിയില്ലാണ്ട് ഇട്ടതാ. ചൊറിയും അതാ. ഞാൻ പറയാം, നോക്കട്ടെ. വീടല്ലേ പിന്നെ ഇംഗ്ലീഷ് വരാൻ ക്ലാസ്സിൽ വെള്ളം തരാട്ടോ കുടിക്കാൻ. റൈസ് കട്ടർ ഉണ്ട്. ഞാൻ നിന്നോട് പറഞ്ഞില്ല നല്ല ബീഫ് കിട്ടിയെന്ന്. അത് നമ്മൾ വേവിച്ചപ്പോ ഇല്ലേ, ഭയങ്കര ഹാർഡ് പോലെ ഇരുന്നു. പക്ഷെ ഉലത്തി കഴിഞ്ഞപ്പോ നല്ല ടേസ്റ്റാ. നാച്ചുറൽ തന്നെ ഇരുന്നോട്ടെ, നമുക്കതിലൊരു മറയില്ല. ഊണ് കഴിയുമ്പോ കേക്ക് എടുത്ത് വെക്കണോ കഴിക്കാൻ? പഴം എടുത്ത് വെക്കണം. പഴം വെക്കാം. അല്ല, പഴം എടുത്ത് വെക്കാം. ഇവിടെ ആപ്പിള് വേണ്ടല്ലോ. എടീ വാ, വെള്ളാമീന. ഞാൻ ചോറിടാം. ഇച്ചിരി കൂടെ കൂട്ടി ഇരട്ടെ, കാറ്റ് രണ്ടിലിടാം. ഭയങ്കര ചൂട്. എടി ഇവിടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ക്യാമറ വേണം. അവള് വന്നോളൂ. അല്ല, മറ്റേ ഫോൺ അവിടെ വെച്ചേക്കോ. ചാറ്റായിക്കോട്ടെ, കുഴപ്പമില്ല. ആ ലൈറ്റ് ഉണ്ടല്ലോ, നല്ല ലൈറ്റ് ഉണ്ട്. ഞാനെന്നാ ചോറ് അവിടെ നിന്ന് എടുത്തോളാം. എന്റെ കളത്തിൽ അല്ല, അതിൽ ഇനിയും കൊണ്ടുവയ്ക്കാൻ പറ്റില്ല. ഇരുന്ന് കഴിഞ്ഞാൽ അമ്മ എന്നായി പറയണേ? ഞാൻ കളത്തിൽ നിന്ന് ചോറ് എടുത്തോളാം. സാരയുടെ എടുത്ത് തീർക്കണം കേട്ടോ. റണ്ണിങ്ങാ തീരുന്നവരെ, ഊണ് കഴിയുന്നവരെ റൺ. ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുക എല്ലാവർക്കും. ഞാനത് പറയുമ്പോ ഇല്ലേ, എനിക്ക് വെള്ളാമീൻ ഇഷ്ടമാണ് പറയുമ്പോ എല്ലാവർക്കും ഒരു ഇതല്ലേ. ഈ മോതയ്ക്ക് കടുപ്പമുണ്ട്. പിന്നെ കിട്ടാത്തപ്പോ എന്നാ ചെയ്യണം, എപ്പോഴും വെള്ളാമീൻ കിട്ടൂല്ലോ. നെയ്മീനാണെങ്കിലും ഭയങ്കര കടുപ്പായിരുന്നു. ഈ നെയ്മീനിലും ബെറ്ററാ മോത, എന്റെ അഭിപ്രായം. എന്താന്ന് വെച്ചാൽ നെയ്മീൻ പിറ്റേ ദിവസം ഇരിക്കുമ്പോഴത്തേക്കും തിളപ്പിക്കുമ്പോഴത്തേക്കും കടുപ്പാവും. വെക്കുന്ന ദിവസം കുഴപ്പമില്ല. 2 ദിവസം കഴിഞ്ഞാൽ മമ്മി പറഞ്ഞാൽ എഴുന്നേറ്റ് നിന്ന് കടിക്കണം. അതുകൊണ്ട് അത് ചൂടാക്കണമൊക്കെ അറിയാം. അവിടെ തിളപ്പിക്കുന്നതോറും അത് മുറുകുവരുന്ന അതാ. ആദ്യത്തെ ദിവസവും പിറ്റേ ദിവസം സോ സോഫ്റ്റ്, കുഴപ്പമില്ല. പക്ഷെ ഏറ്റവും സോഫ്റ്റ് ഉള്ള മീനാ ഇത്. ഇവിടെ വന്നേ പിന്നെ ഇത് കൂട്ടി തുടങ്ങിയ വെള്ളാമീൻ ഇല്ലെന്ന് തോന്നണം. ഉണ്ടോ? ഇത് എവിടെന്നാ വന്നേ? അങ്ങനെയല്ലേ. ആ അജി പറയണ അപ്പേടെ മീനജി. പക്ഷെ എനിക്ക് വേവില്ലായിരുന്നു. എന്നിട്ട് ഉരുളക്കിഴങ്ങും സവോളയും കൂടെ പിന്നെ ചേർത്ത് കഴിഞ്ഞപ്പോഴാ എന്തോ അത് എന്തിയല്ല. നീ ടേസ്റ്റ് ചെയ്ത് നോക്കിയതല്ലേ? ആദ്യം ഒന്ന് തുറന്നു, രണ്ടാമതൊന്ന് തുറന്നു, പിന്നെയും വേവില്ല. നേരെ ഈ പണി ചെയ്ത മീൻ പറയണ തുണ്ടല്ലേ, തുണ്ട്. ഇനി ഇന്നലെ പറയണത് ഒരു തുണ്ടായിട്ട് വേണം. ആ, ഒരു തുണ്ടായിട്ട് വേണം. ബീഫിന്റെ അമ്മ എന്നാ ബീഫ് മുറിച്ച് മേടിക്കാത്ത? ആ, നമ്മുടെ എല്ലാ സ്റ്റോളിലും ഫിഷും
ബീഫും എല്ലാം ചിക്കനും എല്ലാം നുറുക്കി കിട്ടും. പക്ഷെ ചിക്കൻ മേടിക്കുമ്പോൾ ഞാൻ അപ്പോഴും പറയും ഒരു ചിക്കൻ 4 പീസാക്കി കൊണ്ടുവന്നാൽ മതി, എനിക്ക് ചെറുതാക്കിയാൽ മതി എന്ന് പറയും. പിന്നെ ബീഫില്ലേ 1-2 പ്രാവശ്യം മുറിച്ച് മേടിച്ചു. അതെന്നാന്നോ മുറിക്കുമ്പോൾ അവരുടെ രീതിയിൽ അവർ മുഴുത്ത പീസാക്കിയാൽ കട്ട് ചെയ്ത് വെക്കണം. പിന്നെ കൊണ്ടുവന്നേച്ച് പിന്നെ നമ്മൾ വരഞ്ഞ് ചെറുതാക്കണം. അപ്പൊ പല ഷേപ്പിൽ ഇങ്ങനെ പീസുകൾ വരുമ്പോൾ എനിക്ക് ഇഷ്ടമല്ല. പിന്നെ വേറൊരു ഉദാഹരണം കൂടെ പറയാം. 1 കിലോ ബീഫ് മേടിച്ചു കഴിഞ്ഞാൽ അത് നുറുക്കാൻ വലിയ പാടില്ല. 1-ൽ കൂടുതലൊക്കെ ആവുകയാണെങ്കിൽ എന്തെങ്കിലും ആവശ്യം അങ്ങനെയൊക്കെ ഉള്ളപ്പോഴാകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പം 1 കിലോ 1.5 കിലോ ബീഫാണ് മേടിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ കൊണ്ടുവന്ന് തന്നെ നുറുക്കണത്. അവിടെ നിന്ന് നുറുക്കി കൊണ്ടുവന്ന് ഇങ്ങനെ മാല പോലെയൊക്കെ വിട്ട് കിടക്കും. ചിലപ്പോൾ ഇങ്ങനെ തൂങ്ങി കാണുമ്പോ തന്നെ പിന്നെ വെച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ അല്ല ഞാൻ നുറുക്കണം എന്ന് പറഞ്ഞതേ ഉള്ളൂ. വെട്ടുക. അപ്പൊ എനിക്ക് അതിന് താല്പര്യമില്ല. പക്ഷെ അങ്ങനെ നമ്മൾ ഇത് ചെയ്യണില്ല. ചില സിറ്റുവേഷനിൽ ചിലപ്പോൾ മേടിച്ചെന്നിരിക്കും. ആരുടെ കൈ നമുക്ക് മേലായികൾ വരാം. കൂടുതൽ അളവ് ഇത് മേടിക്കും. 2 കിലോയോ അതിൽ കൂടുതലൊക്കെ മേടിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ നുറുക്കി തന്നെ മേടിക്കും. ഞാൻ ചോദിച്ചത് നമ്മൾ ആ ഷോർട്സ് ഇട്ടപ്പോ പലരും ചോദിച്ചു, അയ്യോ അമ്മ എന്താ വെട്ടി കിട്ടൂലേ എന്നൊക്കെ ചോദിച്ചു പലരും. അപ്പൊ അതുകൊണ്ട് എനിക്കും സംശയം വന്നു, അമ്മ എന്താ അങ്ങനെ ചെയ്യണേന്ന്. എല്ലായിടത്തും വെട്ടി കിട്ടും ഇപ്പൊ ഒരുവിധം നോർമൽ. അപ്പൊ ചെല്ലുമ്പോഴേ അവര് ചോദിക്കും വെട്ടണോ സാറേ. അല്ല ഇവിടെ ഇപ്പൊ ഒരു ബേസിൻ നിറച്ച് നുറുക്കിയത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് വലിയ മീനാണ്. നമ്മൾ ആ 10 കിലോയുടെ കണ്ടില്ലേ, അത് നുറുക്കി വെച്ചാൽ എല്ലാവരും ഓരോ കിലോ 4 കിലോ. നമ്മള് പക്ഷെ ഫ്രഷ് മേടിക്കാണ്. പക്ഷെ ആ നുറുക്കി വെച്ചേക്കണതിന് നല്ല ഡിമാൻഡായിരുന്നു അവിടെ. അതാ ആൾക്കാർക്ക് നല്ല വേണം. മീൻ വയ്ക്കല് വളരെ എളുപ്പമാണ്. കാരണം 10 മിനിറ്റ് കൊണ്ട് മീൻ വേവും. കഴുകിയൊക്കെ എടുക്കണം. അല്ല അതല്ല, ഒരു വലിയ മീൻ ആസച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഒരു വീട്ടമ്മയെ സംബന്ധിച്ച് അത് വലിയ തലവേദനയാണ്. ഒന്നാമത് അത് നുറുക്കാൻ പറ്റിയ കത്തികളൊന്നും നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല, അത്രയും വലുത്. അതൊക്കെ ശരിയാ. പക്ഷെ ഈ ഉളുമ്പ് പോയി ശരിക്കും കഴുകിയെടുക്കാൻ നല്ല സമയം എടുക്കും. വെട്ടിയെടുക്കാൻ അതിലേറെ സമയം എടുക്കും. നമ്മളെ പോലെ ഉള്ളത് നല്ല മണം ഉണ്ടാവും. ഭയങ്കര മണം ഉണ്ടാവും. വൃത്തിയായിട്ട് കഴിയില്ലെങ്കിൽ അത് തന്നെ. അതുകൊണ്ടാണ് നമ്മളെ അമ്മ മീൻ അടിക്കാൻ പറഞ്ഞു. എനിക്ക് മീൻ 250 ഗ്രാം. 250 ഒരിക്കലും പറയാറില്ല. മീൻ 500 ഗ്രാം അല്ലെങ്കിൽ 1 kg. അതിൽ കൂടുതൽ മേടിക്കേ ഇല്ല ഇവിടെ. അപ്പൊ എങ്ങനെ കൃത്യമായിട്ട് 500 ഗ്രാം തൂക്കി അന്നേരം നുറുക്കി വെച്ചത് എടുത്തോണ്ട് തന്നെ ഇതുപോലെ മനസ്സിലായോ? അന്നേരം 500 ഗ്രാം തന്നെയാണ് എടുക്കണേ. 500 പറഞ്ഞു വിട്ടാ അപ്പൊ 500 കൊണ്ടുവരും. 1 kg പറഞ്ഞാൽ 1 kg കൊണ്ടുവരും. അതിന്റെ അമ്മ അങ്ങനെ കണക്കിടാൻ കാര്യം. എനിക്കത് മതി. ഇതും ഞാനിപ്പോ കൂടെ കഴിക്കാറില്ലെന്ന് പറയാറില്ല. അപ്പൊ വേവിച്ച് വെച്ചേച്ച് പിന്നെ ഈ പൂട്ട് പുന്നാരിച്ചെടുത്ത് കളയാൻ കൊള്ളൂല. വേസ്റ്റ് ആക്കാൻ പാടില്ല. അപ്പൊ പിന്നെ അധികം മേടിച്ചു കഴിഞ്ഞാൽ വെറും വേസ്റ്റ് ആവൂല. പിന്നെ എനിക്ക് നുറുക്കി വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ വെക്കണം അത്ര ഇഷ്ടമല്ല. നുറുക്കാതെ മുഴുവത്തോടെ ഇരിക്കുവാണെങ്കിൽ നുറുക്കി എടുക്കണത് കുഴപ്പമില്ല. നുറുക്കി കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ച് വെച്ചു. എനിക്ക് കുറെ അങ്ങനത്തെ രീതികളൊക്കെ ഉണ്ട്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതികളല്ല. എല്ലാവരും ചെയ്യുന്ന രീതിയിലല്ല ചില രീതികൾ ഞാൻ ചെയ്യും. ഞാൻ ഓർത്ത് അമ്മ ഈ 500 ഗ്രാം എന്നുള്ളത് എന്ത് കണക്കിനെ ആശ്രയിച്ചാണ്. പീസായിട്ടാണെങ്കിൽ ഇരിക്കുന്നതിന് കുഴപ്പമില്ല. നുറുക്കി വെച്ച് കഴിഞ്ഞാൽ അതിൽ വെള്ളം ഒക്കെ പിടിച്ച് എനിക്ക് ഇഷ്ടമാണ്. അതൊക്കെ മനസ്സിൽ എന്തൊക്കെ വരും. അതൊക്കെ ഓരോരുത്തരുടെ തോന്നലുകളാണ്. അങ്ങനെയൊക്കെ ആയതുകൊണ്ടായിരിക്കും. ഇനി അത് മറ്റേ വയസ്സുകാലത്ത് മാറ്റാൻ പറ്റും. വയസ്സൊന്നും ആയിട്ടില്ല. ആയില്ലെന്ന് തോന്നിക്കും. പക്ഷെ വയസ്സായി. എല്ലാവർക്കും വയസ്സായി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചിന്തിക്കാം. അപ്പൊ ഇങ്ങനെ മീൻ വെച്ച് കഴിഞ്ഞാൽ നല്ല രുചിയായിട്ടിരിക്കൂലേ? സോ ഫ്രഷ്. അപ്പൊ മീൻകറി വീട്ടിലോട്ട് വയ്ക്കുന്നത് ഈ മോരുകറിക്കുള്ള ഏറ്റവും വലിയ ഗുണം എന്നാണ് വയറിന് അത് ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കറിയാണ് മോര് കറിയും. നമ്മൾ ഈ കല്യാണത്തിനൊക്കെ ചെല്ലുമ്പോൾ മിക്കവാറും നമ്മുടെ സ്റ്റൊമക്ക് എംറ്റി ആയിരിക്കും. ആ എംറ്റി സ്റ്റൊമക്കിലേക്ക് ബിരിയാണിയോ അല്ലെങ്കിൽ അതുപോലെ നെയ് കുത്തലുള്ള സാധനമോ കഴിച്ചാൽ ഉറപ്പാണ് വയറിന് പണി കിട്ടും. എപ്പോഴും ചോറിന് ആ പ്രശ്നമില്ല. കാരണം മോര് കാച്ചിയതും സാമ്പാറും ഒക്കെ ഉള്ളതുകൊണ്ട് ചോറിന് ആ പ്രശ്നമില്ല. മറ്റേതെന്ന് പറഞ്ഞാൽ നെയ്യിലല്ലേ ഉണ്ടാക്കണം. അപ്പൊ എംറ്റി സ്റ്റൊമക്കിലേക്ക് ആ എണ്ണയും നെയ്യും ചെന്ന് കഴിഞ്ഞാൽ പണി മുടക്കും.
അതിനപ്പോ ആദ്യം കഴിക്കുന്നത് ഫ്രൂട്ട്സോ അല്ലെങ്കിൽ സാലഡോ എടുത്ത് കഴിക്കും. ചില ഫ്രൂട്ട്സിന് അസിഡിറ്റി ഉണ്ട്. ആപ്പിള്, എനിക്ക് ആപ്പിള് കഴിച്ചാൽ പ്രശ്നമുണ്ട്. കൂടുതൽ കഴിച്ചാൽ സാലഡ് കഴിച്ചിട്ട് അസിഡിറ്റി ഉള്ളവർക്ക് കുഴപ്പമില്ല. ഈ ഒണിയൻ സാലഡ് അത് കഴിച്ചിട്ട് ഒരുപാടുണ്ടല്ലോ. അല്ലാതെ ഒരിക്കലും എംപ്റ്റി സ്റ്റൊമക്കില് ബിരിയാണി കഴിക്കരുത്, പണി കിട്ടും. ഇപ്പൊ എല്ലാവർക്കും വയറിന് ഇഷ്യൂസ് ഉണ്ട്. അതേസമയത്ത് ചോറിന് എങ്ങനെയായാലും ഒരു പ്രശ്നമില്ല, കാരണം നമ്മുടെ സ്റ്റൊമക്ക് അതുമായിട്ട് യൂസ്ഡ് ആണ്. ശരിയാ. പിന്നെ നെയ്യില്ല. നല്ല നീളമുള്ള തണ്ടുള്ള 2000 സ്പൂൺ മേടിക്കണം. ചില ആവശ്യങ്ങൾ ഇങ്ങനെ എടുക്കാൻ. മതി. പിന്നെ ചിലരൊക്കെ അമ്മ ചെറിയ സ്പൂൺ ഇടുന്ന എന്താണെന്ന് ചോദിക്കുന്നത്. അമ്മ ചെറിയ സ്പൂൺ നമുക്ക് ഇടാൻ, നമുക്ക് എടുക്കാൻ നമുക്ക് കംഫർട്ടാന്ന് തോന്നുന്ന സ്പൂണുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത് മോര് കാച്ചിൽ അല്ല. നമ്മുടെ ഫേവറേറ്റ് പോപ്പിൻസ്. ഊണ് കഴിഞ്ഞൊരു പോപ്പിൻസ് നമ്മൾ കഴിക്കും. ഇത് കുഴിയൻ മോര് കാച്ചിന. നോക്കാം, പറയട്ടെ, പറയാം, ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറയാം. ഷോർട്ട്സ് അല്ല കേട്ടോ. കാണിക്കട്ടെ. ദേ നീ ചോദിച്ചതിന് മറുപടി. കുഴിയൻ സ്പൂണ്, മോര് കാച്ചിന് 1. പിന്നെ മീൻ കോരാൻ പാകത്തിന്, മീൻ ഇട്ടിരിക്കുന്ന പ്ലേറ്റിന് പാകത്തിനുള്ള മീൻ കോരണ സ്പൂൺ. എൻ്റെ കംഫർട്ട് ഏതാന്ന് വെച്ചാൽ നമുക്ക് 3 പേർക്ക് ആവശ്യമുള്ള സ്പൂണുകൾ ഞാൻ യൂസ് ചെയ്യും കേട്ടോ. പിന്നെ റൈസ് കട്ടർ അറിയാലോ. പിന്നെ ദേ ഈ പ്ലേറ്റിൽ ബീഫിന് ഏത് രീതിയിലുള്ള സ്പൂൺ ഇടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്പൂൺ ഇടും. ബീഫ് ഇത്രയും കുത്തനെ വെച്ചേച്ച് കൂടുതൽ വീതിയുള്ള സ്പൂൺ ഇഷ്ടം പോലെ ഇവിടെ ഇരിപ്പുണ്ട്. അതിട്ട് കഴിഞ്ഞാൽ ബീഫ് കോരുമ്പോൾ പകുതി ബീഫ് പുറത്ത് കിടക്കും. പിന്നെ ദേ സാലഡിൻ്റെ പ്ലേറ്റ് ഇത്രയുള്ള പ്ലേറ്റാണ്. അതിന് ബീഫിൻ്റെ തന്നെ ഇടുന്ന രീതിയിലുള്ള സ്പൂണാണ്. അപ്പം ആ പ്ലേറ്റിൽ അത് പരമാവധി ഉൾക്കൊണ്ടിരിക്കും. പക്ഷെ ഏതെങ്കിലും വിരുന്നുകാരോ അങ്ങനെയുള്ള ആൾക്കാരോ വരുമ്പോൾ നമ്മൾ ഓരോരുത്തർ വിളിക്കാറില്ലേ എന്തെങ്കിലും ആവശ്യങ്ങൾ, കല്യാണം ഇതൊക്കെ കഴിയുമ്പോൾ, അന്നേരം അങ്ങനെ വിളിക്കുമ്പോൾ അതിൻ്റെതായ രീതിയിലുള്ള സ്പൂൺ ഇടും. നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ സ്പൂൺ ഇടുന്നു. അതിപ്പോൾ ഓരോരുത്തരെ കാണിക്കാനോ ഒന്നിനോ അല്ല, നമുക്ക് ഏത് വേണമെന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യണം. ഇപ്പം ചിലർ ഞാൻ കാണാറുണ്ട് ചില കമൻറ്റിൽ ചെവിതോണ്ട് പോലത്തെ സ്പൂണെന്ന്. അതിപ്പോൾ പറഞ്ഞാലും നമുക്കത് വിഷയമില്ല. നമുക്ക് സൗകര്യപ്രദമായത് നമ്മൾ യൂസ് ചെയ്യും. അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ. സാലഡ് എടുക്കണ്ടോ? ഇങ്ങനെ വെച്ചിട്ട് നടക്കും, വലിച്ചു വിളിച്ചു പോകും. വൈകിട്ട് സാലഡ് വേണ്ട, വേറെ സംഗതിയാണ്. ഞാൻ ചോറാട്ടോ, പക്ഷെ ഇത് കഴിച്ചാൽ പറ്റില്ല. അപ്പൊ നിങ്ങക്ക് മനസ്സിലായി കാണാം എന്നാന്നുള്ളത്. അത്താഴം കഴിക്കണം. അത്താഴം സ്വല്പം എന്തായാലും കഴിച്ചിട്ടേ കിടക്കാവോളൂ. സ്വല്പം. പിന്നെ ഫ്രൂട്ട്സ് ഉള്ളത് കൊണ്ട് അത്താഴം കഴിച്ചാൽ അരക്കാതെ നടക്കണം. അത് വേണം. ബ്രേക്ക്ഫാസ്റ്റ് അതുപോലെ ഹെവി ആയിരിക്കും. ലഞ്ച് കുറച്ചാലും മതി. പക്ഷെ നമ്മള് പല സാഹചര്യങ്ങളിലും നേരെ തിരിച്ചത്. ശരിയാണ്. അത്താഴം ദരിദ്രനെ പോലെ കഴിക്കണം എന്നാ പറഞ്ഞത്. പണ്ട് മുതലേ പറയുന്നത് എന്താന്ന് വെച്ചാല് രാവിലെ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ഹെവി ആയിട്ട് കഴിച്ചാറുണ്ടല്ലോ, അത് നല്ല പോഷക സമൃദ്ധമായിട്ട് നമ്മൾ കഴിക്കണം. അത് നീ എന്നോട് ചോദിക്കൂലേ എനർജി? പക്ഷെ അമ്മയുടെ എനർജിയുടെ കാര്യം അതൊന്നും അല്ല കേട്ടോ. പിന്നെന്താ, അത് ജനറ്റിക്കാം. അത് പറഞ്ഞിട്ട് കാര്യമില്ല. It goes to your parents, your grandparents, your old generations. ശരിയാ, വളരെ കറക്റ്റാ. എൻ്റെ അപ്പച്ചൻ 72 വയസ്സാണ്. എൻ്റെ ചാച്ചാച്ച നമ്മളെ ഡെത്ത് ആനിവേഴ്സറിക്ക് പോയ ചാച്ചാച്ച 78, 78. എൻ്റെ അപ്പച്ചനാണ് 72 പോയ. മൂത്ത അമ്മായി 72. പിന്നെ പിറവത്തെ ഇച്ചാച്ചൻ 80. കുഞ്ഞിച്ചാച്ചൻ റണ്ണിങ് ആണ്, 82 റണ്ണിങ് ആണ് ഇപ്പം. ഇളയ കൊച്ചപ്പനും ഇളയ അമ്മായിയുള്ള ഇളയ അമ്മായി 71, 72 കയറിയിട്ടാ. ഇപ്പം അങ്ങനെ അവരൊക്കെ നല്ല ഹെൽത്താ. പക്ഷെ അതുപോലെ ഹെൽത്ത് ഇതല്ല ഞാൻ. അതിപ്പോ ആരാ ഉള്ള ഇന്നത്തെ കാലത്ത്? ആരുമില്ല. കുഞ്ചാച്ചൻ അവിടെ ഒന്ന് സ്ലിപ്പ് ചെയ്ത് വീഴുന്നവരെയും മുട്ടിനാ ചെറിയ ഫ്രാക്ചർ വരുന്നവരെയും എന്ത് ഇതായിട്ട് നടക്കണം. ഇപ്പോഴും കിളയ്ക്കോ പച്ചക്കറി നടുവോ നനയോ എല്ലാം ഉണ്ട്. ഒരു മുട്ടിന് ചെറിയൊരു പ്രശ്നം പറ്റിയായിരുന്നു, വീണ. അതിൻ്റെ ഒരു പ്രശ്നമുള്ളൂ. അതുകൊണ്ട്
മുട്ടിൽ നീക്കാപ്പിട്ടാ നടക്കണം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പണിയുമ്പോൾ. കർഷകരായതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലുള്ളവർക്കൊക്കെ എപ്പോഴും കൃഷിയും പരിപാടിയാണ്. പഴയ ജനറേഷൻ അപ്പന്മാർക്ക്, പിള്ളേർക്കായിട്ട് എല്ലാവർക്കും ജോലിയുണ്ട് കേട്ടോ. പുതിയ ജനറേഷനിലെ പിള്ളേരും അവരുടെ ഭാര്യമാരും എല്ലാം ജോലിക്കാരാണ്. ബ്രെഡ് മുട്ടയും നീ ഓഫ് ചെയ്യാം.